Hello students, good morning. Assalamu alaikum. Last day we just started the lesson how far is the river. Okay, so today we are going to continue the first lesson of class 7. So we discussed about the mountain, the boy and also the woodcutter. So today we are going to continue the story. Here you can see in the last paragraph of page 10. Okay. Soon the boy was in the valley and the path straightened out and rose. He met a girl who was coming from the opposite direction. She held a long curved knife with which she had been cutting grass. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. Okay. സോ അപ്പോൾ എന്താണ് സൂൺ പെട്ടെന്ന് എന്ത് ചെയ്തു ദ ബോയ് വാസ് ഇൻ ദ വാലി. ബോയ് എന്ത് ചെയ്തു ആ ഒരു വാലിയിൽ താഴ്വരയിലെത്തി. ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റൺ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു വഴി സ്ട്രൈറ്റ് ആവാൻ തുടങ്ങി, അല്ലെ നേരെയാവാൻ തുടങ്ങി. ഔട്ട് ആൻഡ് റോസ്, അങ്ങനെ നേരെ ആയിട്ട് അത് ഉയരാൻ തുടങ്ങി. ഹി മെറ്റ് എ ഗേൾ ഹൂ വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവൻ എന്ത് ചെയ്തു, ഒരു ഗേളിനെ കണ്ടു, ഒരു പെൺകുട്ടിയെ കണ്ടു. അവളെന്താണ് കമ്മിങ് ഓപ്പോസിറ്റ് ഫ്രം ദ അവൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അവൻ്റെ എതിർവശത്തുനിന്ന് വരികയാണ്. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ്, അവളുടെ കയ്യിൽ എന്തുണ്ട്, ഒരു വളഞ്ഞ കത്തിയുണ്ട്. വിത്ത് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്, അതുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, അതുവരെ പുല്ലരിയുകയായിരുന്നു. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്, അവൾ ധരിച്ചിരുന്ന വളകൾ എന്താണ്, ഒരു പ്രത്യേക തരം മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ അവളെ കൈ അനക്കുന്ന സമയത്ത് എന്താണ്, അതിലൊരു പ്രത്യേക മ്യൂസിക് അവന് ഫീൽ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ദോ ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ, അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താണ്, അവളുടെ കൈകൾക്ക് ഒരു പ്രത്യേക ഭാഷയുള്ള പോലെ, കൈകൾ സംസാരിക്കുന്ന പോലെ തോന്നുകയാണ്. സോ we can move to the next part. How far is it to the river? asked the boy. എന്ത് ചെയ്യാണ്, ബോയ് ആ ഒരു ഗേളിനോട് ചോദിക്കുകയാണ്, ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ റിവർ, ആ റിവറിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ, ഓ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് നദർ വൺ ബിക്കോസ് ഷീ സെഡ് 20 miles വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. അതായത് ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, അവൾക്ക് ആക്ച്വലി എന്താണ് അറിയില്ല. ഹാവ് നെവർ ബീൻ ടു ദ റിവർ, അവൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു റിവറിലേക്ക് പോയിട്ടില്ല. ആൻഡ് ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് നദർ വൺ, അവൾ ഏതോ ഒരു റിവറിനെ കുറിച്ച് ആലോചിച്ചിട്ട് പറയാണ്. ഷീ സെഡ് 20 miles, 20 മൈൽ എന്ന് പറയാണ്. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ഒരു സംശയം കൂടാതെ അവൾ എന്താണ് സിമ്പിളായിട്ട് അറിയാത്തൊരു കാര്യത്തെ പറ്റി 20 miles എന്ന് പറയാണ്. ദ ബോയ് ലാഫ്ഡ് ആൻഡ് ran down the path. A parrot suddenly screeched, flew low over his head. A flash of red and green. The bird disappeared amongst the trees. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, ദ ബോയ് ലാഫ്ഡ്, ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ചിരി വരികയാണ്. അവൻ ചിരിച്ചിട്ട് എന്ത് ചെയ്തു, റാൻ ഡൗൺ ദ പാത്ത്, അവന് ആ വഴിയിൽ താഴ്വരയിലൂടെ താഴേക്ക് ഓടിപ്പോയി. ആ സമയത്ത് എന്ത് ചെയ്തു, എ പാരറ്റ് സഡൻലി സ്ക്രീച്ചഡ്, ഒരു പാരറ്റ്, ഒരു തത്ത എന്താണ് സഡൻലി പെട്ടെന്ന്, സ്ക്രീച്ചഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂകി വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്, അവൻ്റെ തലയുടെ താഴ്ഭാഗത്ത് കൂടെ തൊട്ടടുത്തോടെ എന്ത് ചെയ്തു, അത് താഴെ കൂടെ പറന്നപ്പോൾ എന്ത് സംഭവിച്ചു, എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ, അത് പെട്ടെന്ന് മിന്നിപ്പോയി. എന്താണ്, ഒരു റെഡും ഗ്രീനും കളറുള്ള ഒരു ലൈറ്റ്, ഒരു കളർ അവൻ്റെ മുന്നിലൂടെ പാരറ്റാണ്, പെട്ടെന്ന് പോയപ്പോൾ അവനങ്ങനെ ഫീൽ ചെയ്തു. ദ ബേർഡ് ഡിസപ്പിയർഡ് എമംഗ്സ് ദ ട്രീ, ആ ബേർഡ് എന്ത് ചെയ്തു, മരങ്ങൾക്കിടയിൽ മറഞ്ഞുപോയി. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിംഗ്. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. എന്ത് ചെയ്തു,
മലയുടെ വശത്തു നിന്നും വന്ന ഒരു നീരൊഴുക്കിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ അവന് നിന്നു. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. ആ വെള്ളം എന്താണ്? ഉന്മേഷം പകരുന്നതാണ്. പിന്നെന്താണ്? കുത്തി തിളക്കുന്ന തണുപ്പുണ്ടായിട്ടും അവനെന്ത് ചെയ്തു? ആ വെള്ളം കുടിച്ചു. However, it seemed to have the effect of making him more thirsty. ആ വെള്ളം എന്താണ്? അവനെ കൂടുതൽ ദാഹമുള്ളവനാക്കി. അവൻ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും ആ ജലം കുടിക്കാൻ തുടങ്ങി. The sun was striking his side of the hill. സൂര്യകിരണങ്ങൾ എന്താണ്? അവനെ ഒരു ഭാഗത്തു നിന്ന് സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. സ്ട്രൈക്കിംഗ് ദ ഹിൽ, മലയുടെ ഒരു വശത്ത് തട്ടി തുടങ്ങിയിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? നേരം ഉച്ച തിരിഞ്ഞു. ഓക്കെ. ദെൻ ആൻഡ് ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദി ഹിൽ. അവനെന്ത് ചെയ്തു? സൂര്യന് മലയുടെ ഒരു വശത്തേക്ക് തട്ടി തുടങ്ങിയിരുന്നു. അതുപോലെ എന്താണ്? ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ. ആ പൊടി പിടിച്ച പാത കൂടുതൽ ചൂട് പിടിച്ചു. ദ സ്റ്റോൺ സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. അതായത് കല്ലുകൾ അവൻ്റെ പാദങ്ങളെ ചുട്ടുപൊള്ളിക്കുന്നത് പോലെ അവന് തോന്നി. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. അവന് ഉറപ്പുണ്ടായിരുന്നു എന്താണ്? അവന് പകുതി വഴി കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ. അവനൊരു ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് അവൻ്റെ യാത്ര തുടങ്ങിയിട്ട്. അവന് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. Presently he saw another boy ahead of him, driving a few goats down the path. പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? മറ്റൊരു കുട്ടി അവൻ്റെ മുമ്പിൽ കണ്ടു. അവന് കുറേ ആടുകളെ പാതയിലൂടെ താഴേക്ക് നയിച്ചു കൊണ്ടുവരികയായിരുന്നു. ഓക്കെ. How far is the river? He asked. അവൻ ചോദിച്ചു, എത്ര ദൂരമുണ്ട് പുഴയിലേക്കെന്ന് ആ ബോയിയോട് അവൻ ചോദിച്ചു. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്. വില്ലേജ് ബോയ് എന്ത് ചെയ്തു? നന്നായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിൽ അവൻ പറയാണ്, നോട്ട് ഫാർ. കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ, കുറേ ദൂരമൊന്നുമില്ല. ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രൈഡ് ഡൗൺ. എന്താണ്? അടുത്ത കുന്നു ചുറ്റി നേരെ താഴോട്ടിറങ്ങിയാൽ മതിയെന്ന് ഈ കുട്ടി പറയാണ്. Then the boy, feeling hungry, unwrapped his loaf of bread and broke it in halves. Offering one portion to the village boy, they sat on the hillside and ate in silence. അവന് വിശപ്പ് തോന്നിയതിനാൽ എന്ത് ചെയ്തു? അവനെ പൊതി അഴിച്ച് റൊട്ടിയെടുത്ത് 2ആയി പകുത്ത് എന്ത് ചെയ്തു? ഒരു കഷ്ണം ഗ്രാമവാസിയായ ആ ബാലനും നൽകി. എന്നിട്ട് എന്ത് ചെയ്തു? കുന്നിൻ ചെരുവിലിരുന്ന് നിശബ്ദരായി അവരത് കഴിച്ചു. When they had finished, they walked on together and began talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. But after some time, his companion had to diverge along another path, and the boy was once more on his own. When they had finished, അവരെന്ത് ചെയ്തു? റൊട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? They walked on together and began talking. അവരെന്ത് ചെയ്തു? നല്ല കൂട്ടുകാരെ പോലെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. The boy did not notice the smarting of his feet. അവൻ്റെ കാലിലെ കുത്തി തുളയ്ക്കുന്ന വേദനയൊന്നും അവൻ എന്ത് ചെയ്തില്ല? വകവെച്ചില്ല. അതുപോലെ എന്താണ്? And the heat of the sun and the distance he had covered. അല്ലേ? അതുപോലെ എന്താണ്? വെയിലിൻ്റെ ചൂടോ അവൻ നടന്നു കഴിഞ്ഞ ദൂരമോ, അതുപോലെ ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ. അതുപോലെ അവന് ഇനി നടക്കാനുള്ള ദൂരമോ ഒന്നും എന്ത് ചെയ്തില്ല? അവന് ശ്രദ്ധിച്ചില്ല. ബട്ട് ആഫ്റ്റർ സം ടൈം, പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്താണ്? ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരന് മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകേണ്ടതായി വന്നു. The boy was once more on his own. വീണ്ടും എന്തായി? ബാലൻ, ആ കുട്ടി ഒറ്റയ്ക്കായി. സോ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 7th question. The hand spoke a language of their own. What does it mean?
അതായത് കൈകൾക്ക് എന്തുണ്ട്, അതിൻ്റേതായൊരു ഭാഷയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ആൻസർ എന്താണ്? ദ ബാങ്കിൾ ഷീ വോർ മെയ്ഡ് എ മ്യൂസിക് വെൻ ഷീ മോഡ് ഹെർ ഹാൻഡ്സ് ആസ് ദോ ഇറ്റ് വാസ് ടോക്കിംഗ് ഇൻ ദെയർ ഓൺ ലാംഗ്വേജ് വിത്ത് ഈച്ച് അതർ. അതായത് അവൾ ധരിച്ചിരുന്ന ബാങ്കിൾസ്, വളകൾ എന്താണ്, മെയ്ഡ് എ മ്യൂസിക്, അതൊരു മ്യൂസിക്, സംഗീതം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? വെൻ ഷീ മോഡ് ഹെർ ഹാൻഡ്സ്, അവളുടെ കൈകൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് എന്താണ്, ആസ് ദോ ഇറ്റ് വാസ് ടേക്കിംഗ് ഇൻ ദെയർ ഓൺ ലാംഗ്വേജ് വിത്ത് ഈച്ച് അതർ. അങ്ങനെ കൈകൾ ഇളക്കുന്ന സമയത്ത് ഈ വളകളെ സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് തോന്നുകയാണ്, ആ വളകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് വരെ തോന്നുകയാണ്. അതാണ് ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പേജ് നമ്പർ 11 സെക്കൻഡ് ടു തേർഡ് ലൈനിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ എക്സ്പ്രഷൻ യൂസ്ഡ് ബൈ ദ ഓതർ ടു ഡിസ്ക്രൈബ് ദ ഫ്ലോ ഓഫ് വാട്ടർ. അപ്പോൾ ഈ ഓതർ ഈ ഫ്ലോ ഓഫ് വെള്ളത്തിൻ്റെ ഫ്ലോ, ഒഴുക്കിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് എന്ത് എക്സ്പ്രഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ എന്താണ്? ട്രിക്കിൾ ഓഫ് വാട്ടർ. ട്രിക്കിൾ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രിക്കിൾ മീൻസ് ഉറ്റി വീഴുന്ന. അപ്പോൾ ട്രിക്കിൾ ഓഫ് വാട്ടർ മീൻസ് ഉറ്റി വീഴുന്ന വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് പേജ് നമ്പർ 11 കാണാൻ പറ്റും. പാരഗ്രാഫ് 4 നിങ്ങൾക്ക് ഈ ഒരു ലൈന് കാണാം. സോ നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. വാസ് ദ ബോയ് റിയലി തേഴ്സ്റ്റി? ശരിക്കും ആ കുട്ടിക്ക് എന്താണ്, ദാഹം തോന്നിയിട്ടുണ്ടോ? വാട്ട് മെയ്ഡ് ദ ബോയ് തേഴ്സ്റ്റി? എന്താണ് ആ കുട്ടിക്ക് കൂടുതൽ ദാഹം തോന്നിയത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ്? യെസ്, ദ ബോയ് വാസ് റിയലി തേഴ്സ്റ്റി. ശരിക്കും എന്താണ്, ആ കുട്ടിക്ക് ദാഹം തോന്നിയിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ദ ബോയ് ഹാഡ് വാക്ക്ഡ് ഫോർ ആൻ അവർ. അവനൊരു മണിക്കൂറായിട്ട് എന്താണ്, നടക്കുകയാണ്. ത്രൂ ദ ഹോട്ട് ആൻഡ് ഡസ്റ്റി പാത്ത്. എന്തിലൂടെ നടക്കുന്നത്? ചൂടുള്ളതും അതുപോലെ പൊടി പിടിച്ചതുമായ ഒരു വഴിയിലൂടെയാണ് അവന് നടക്കുന്നത്. ആൻഡ് ദ കോൾഡ് വാട്ടർ മെയ്ഡ് ഹിം മോർ തേഴ്സ്റ്റി. അതുപോലെ ഈ തണുത്ത വെള്ളം അവനെ ഒന്നും കൂടെ ദാഹമുള്ളവനാക്കി മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, പേജ് നമ്പർ 11 പാരഗ്രാഫ് 4 നിങ്ങൾക്ക് കാണാം. 10th ക്വസ്റ്റ്യൻ. വൈ വാസ് ദ ബോയ് ഷുവർ ദാറ്റ് ഹി ഹാഡ് കവേർഡ് ഹാഫ് ദ വേ? എങ്ങനെയാണ് ഈ കുട്ടിക്ക് അവന് ഏകദേശം പകുതി വഴി കഴിഞ്ഞു എന്ന് മനസ്സിലായത്? എന്താണ്? ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ആൻ അവർ ഫ്രം ഹിസ് ഹോം. അവനെന്താണ്, അവൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. സോ ഹി വാസ് ഷുവർ ദാറ്റ് ഹി ഹാഡ് കവേർഡ് ഹാഫ് ദ വേ. അപ്പോൾ അവന് ഷുവറാണ്, ഉറപ്പാണ് എന്താണ്, അവൻ ഏകദേശം ഹാഫ് വഴി കഴിഞ്ഞിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. സോ വി ക്യാൻ മൂവ് ടു ദ 11th ക്വസ്റ്റ്യൻ. The boy unwrapped the loaf of bread and broke it in halves, offering one portion to the village boy. ഓക്കെ, അതായത് ആ കുട്ടി എന്ത് ചെയ്തു? അൺട്രാപ്പിഡ്, അവൻ്റെ ഭക്ഷണം ലോഫ് ഓഫ് ബ്രെഡ് എന്ത് ചെയ്തു? ഒരു ബ്രെഡിൻ്റെ ഒരു പീസ് അവന് കൊണ്ടുവന്നിരുന്നു അല്ലേ? അതവന് തുറന്നിട്ട് എന്ത് ചെയ്തു? അത് 2ആയിട്ട് മുറിച്ചു. ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്സ്, 2ആയിട്ട് മുറിച്ച് ഒന്ന് എന്ത് ചെയ്തു? ഓഫറിങ് 1 പോർഷൻ ടു ദ വില്ലേജ് ബോയ്. വില്ലേജ് ബോയ്ക്ക് ഓഫർ ചെയ്ത് കൊടുത്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബോയ് ഈസ് റിവീൽഡ് ഹിയർ? ആ കുട്ടിയുടെ ഏത് ആറ്റിറ്റ്യൂഡാണ്, സ്വഭാവമാണ് ഇവിടെ കാണിക്കുന്നത്? എന്താണ്? ഇവിടെ കാണാം. ദിസ് ഷോസ് ഹിസ് കെയറിങ് ആൻഡ് ഷെയറിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ബോയ്. ഇതെന്താണ് കാണിക്കുന്നത്? ഹിസ് എന്നല്ല, അവിടെ ദിസ് ഷോസ് എന്നാണ് കേട്ടോ. അതെന്താണ്? ആ കുട്ടിയുടെ കെയറിങ്ങും ഷെയറിങ്ങും അങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ബി നോക്കാം. ഹാവ് യു എവർ ഷെയർഡ് യുവർ ഫുഡ് വിത്ത് എ നീഡി? ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ഫുഡ് എന്താണ് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാം. എന്താണ്? ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? യെസ്, ഐ ഹാവ് ഷെയർഡ് മൈ ഫുഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാനെപ്പോഴും ഫുഡ് എന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇറ്റ്സ് ഫൺ ഷെയറിങ് ഫുഡ് വിത്ത് ഫ്രണ്ട്സ്. അതെന്താണ്? രസമാണ് അല്ലേ? ഫുഡ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പോൾ നല്ല രസമാണല്ലേ? ആൻഡ് ഹാവിങ് ഇറ്റ് ടുഗദർ. അതുപോലെ ഒരുമിച്ച് കഴിക്കുമ്പോൾ എന്താണ്? അതിന് ഒരുപാട് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് അല്ലേ?